എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും അംഗീകരിക്കുന്നില്ല, എനിക്കാരും ഒരു സമ്മാനം പോലും തരുന്നില്ല. ഇങ്ങനെ എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്നേഹിക്കാൻ ആളെ കിട്ടും, നിങ്ങൾക്ക് സമ്മാനങ്ങൾ കിട്ടും, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് ഒരുപാട് ആത്മാഭിമാനം കൂടും. എന്നുവെച്ചാൽ നിങ്ങളിപ്പോ ആത്മാഭിമാനം ഇല്ലാത്തവരാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഉള്ളതിന്റെ ഡബിൾ കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്നേഹവും പരിഗണനയും എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇതിനെല്ലാം പുറമെ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റും നിങ്ങൾക്ക് കിട്ടും. ഞാൻ നിങ്ങളോട് പറയുന്നത് വേറൊന്നുമില്ല, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം എന്ന് തന്നെയാണ്. നമ്മൾ നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നിങ്ങൾ ഈ പറയുന്ന മറ്റുള്ളവരിൽ നിന്നുള്ള സ്നേഹം നമുക്ക് കിട്ടുള്ളൂ. നമ്മളെ ആദ്യം നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം. അതിനായിട്ട് ഞാനൊരു 7 ഡേ ചലഞ്ചിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഈ ഒരു 7 ഡേ കൊണ്ട് നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കും. അങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് മുകളിൽ തന്നെ ആയിരിക്കും. കാരണം ഇത്രയും നാള് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എന്താ? മറ്റുള്ളവരെ മാത്രം നമ്മൾ സ്നേഹിച്ചു, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് മാത്രം നമ്മൾ പരിഗണന കൊടുത്തു, മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് മാത്രം നമ്മൾ പരിഗണന കൊടുത്തു. നമ്മളുടെ ഒരു ഇഷ്ടം പോലും നമ്മൾ പരിഗണിച്ചിട്ടില്ല. നമ്മൾ നമ്മളെ കൂടി അംഗീകരിച്ചു തുടങ്ങണം. അതിനർത്ഥം മറ്റുള്ളവരെ പരിഗണിക്കരുത് എന്നല്ല, നമ്മൾ നമ്മളെയും പരിഗണിക്കണം, നമ്മളെയും സ്നേഹിക്കണം, നമ്മളെയും അംഗീകരിക്കണം എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് നമ്മുടെ കുഞ്ഞിനെ ഇഷ്ടമല്ല എന്ന് വിചാരിക്കേ. എന്റെ കുഞ്ഞിനെ എനിക്ക് ഇഷ്ടമല്ല, എന്റെ കുഞ്ഞിനോട് എനിക്ക് പരിഗണനകളൊന്നുമില്ല, പക്ഷെ ഞാൻ എപ്പോഴും പരാതി പറയണം അപ്പുറത്തെ വീട്ടുകാരൻ എന്റെ കൊച്ചിനെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ നമ്മൾ പരാതി പറയുന്നതിൽ അർത്ഥമുണ്ടോ? എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മളെ സ്നേഹിക്കാതെ നമ്മളെ അംഗീകരിക്കാതെ ഒക്കെ ഇരുന്നിട്ട് അയലത്തുകാരൻ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവര് നമ്മളെ സ്നേഹിച്ചില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ള? ഒരർത്ഥവും ഇല്ല, ഒന്നുമില്ല. നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നതിലൂടെയാണ് നമുക്ക് കോൺഫിഡൻസ് വരുന്നത്. എങ്ങനെയാ വരുന്നത്? നമ്മൾ നമ്മളെ വിശ്വസിക്കാൻ തുടങ്ങും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ആരെയാ? നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളിനെയാ, അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളിനെ നിങ്ങൾ വിശ്വസിക്കില്ല. എന്നുവെച്ചാൽ നമ്മൾ നമ്മളെ വിശ്വസിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം എന്താ? വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പല പ്രവൃത്തികളും ചെയ്യാൻ മടിക്കുന്നത്. നമുക്ക് സംശയമാണ്, നമ്മളെ കൊണ്ട് അതിന് പറ്റുമോ, നമ്മളെ കൊണ്ട് അതിന് കഴിയുമോ എന്ന വിശ്വാസക്കേട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മളോട് സ്നേഹമില്ല. നമ്മളെ സ്നേഹിക്കാത്തത് കൊണ്ട് എന്തില്ല? നമുക്ക് വിശ്വാസമില്ല നമ്മളോട്. നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് ആ വിശ്വാസം വരുന്നത്. ആ വിശ്വാസത്തിൽ നിന്ന് വേണം നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ. നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവുമ്പോഴാണ് മറ്റുള്ളവര് ഒരു പ്രവൃത്തി ചെയ്യാൻ നമ്മളെ കോൺഫിഡൻസോടുകൂടി, അവരുടെ മനസ്സിൽ ഇവര് ചെയ്താൽ ശരിയാകും എന്നൊരു കോൺഫിഡൻസോടുകൂടി ഏൽപ്പിക്കത്തുള്ളൂ. നമുക്ക് പോലും നമ്മളെ വിശ്വാസം ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെ ഒരു പ്രവൃത്തി ഏൽപ്പിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അപ്പോ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണമെന്ന കാര്യം, അതായത് നമ്മളുടെ ലൈഫിൽ ഒരു വിജയം വേണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ? കോൺഫിഡൻസ് അത്യാവശ്യമാണ്. ഇതൊക്കെ ഞാൻ പറയാൻ ഞാൻ ആരാണ് എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ല ഇതുവരെ, അല്ലെ? ഞാനൊരു ലൈഫ് കോച്ചാണ്. എന്റെ പേര് ജയ സുരേഷ് എന്നാണ്. ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടും. നിങ്ങളൊരു ഈ 7 ഡേ ചലഞ്ചിൽ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ I am in എന്ന് കമന്റ് ചെയ്യുക. എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തീർച്ചയായിട്ടും ഞാൻ തരുന്നതായിരിക്കും. ഈ ഒരു 7 ഡേ പ്രാക്ടീസ് നിങ്ങൾ പൂർത്തിയാക്കി കഴിയുമ്പോൾ തെരഞ്ഞെടുക്കപ്പെടുന്ന 10 പേർക്ക് എന്റെ ഒരു ഫ്രീ മൈൻഡ് പവർ ട്രെയിനിങ് ക്ലാസ് തരുന്നതായിരിക്കും. മൈൻഡ് റീപ്രോഗ്രാമിംഗ് ക്ലാസ്, മെഡിറ്റേഷൻസ് ഉൾപ്പെടെ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. നിങ്ങൾക്കിപ്പോ ഇത്തരം ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല ഫീസ് ചെലവാകും, അല്ലെ? നല്ല പൈസ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരം കോഴ്സുകളൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഇവിടെ ഞാൻ തികച്ചും ഫ്രീ ആയിട്ട് ഒരു 7 ഡേ ക്ലാസ് ആണ് ഞങ്ങൾക്ക് മെഡിറ്റേഷൻ ഉൾപ്പെടെ ഞാൻ തരുന്നത്. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെന്താ വേണ്ടേ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇത്രയും കാര്യമാണ്. ഇനി നിങ്ങൾക്കുള്ള ചലഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ തന്നെ നിങ്ങൾ എവിടേക്ക് പോകണം?
കണ്ണാടിയുടെ മുന്നിലേക്ക് പോകണം. അവിടെ ചെന്ന് നിങ്ങൾ കണ്ണാടിയിൽ നോക്കി നല്ല ഭംഗിയായിട്ട് അങ്ങോട്ട് ചിരിക്കണം. എന്നിട്ട് പറയണം ഐ ലവ് യു എന്ന്. എങ്ങനെയാ പറയുന്നത് ഐ ലവ് യു എന്ന്? ഒരു സിനിമയുണ്ട്, മോഹൻലാല് അഭിനയിച്ച ഒരു സിനിമ. ആ സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അതിനകത്തെ നായികയുടെ പേര് ഗാഥ എന്നാണ്. ആ ഗാഥയോട് ചെന്നിട്ട് മോഹൻലാൽ ഒരു ഐ ലവ് യു എന്ന് പറയുമോ എന്ന് ചോദിക്കുന്ന ഒരു സീനുണ്ട്. അപ്പം എന്താണ് ഐ ലവ് യു എന്ന് പറയുമ്പോൾ മോഹൻലാൽ ആ ഐ ലവ് യു ഒന്നും സ്വീകരിക്കത്തില്ല. എന്തുകൊണ്ടാ? ഉള്ളിൽ തട്ടിയുള്ള ഐ ലവ് യു അല്ല പറഞ്ഞത്, അതുകൊണ്ട്. അപ്പോ അവസാനം ഉള്ളിൽ തട്ടിയ ഒരു ഐ ലവ് യു എന്ന് പറയും. അപ്പോഴാണ് മോഹൻലാൽ ആ ഐ ലവ് യു സ്വീകരിക്കുന്നത്. എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ണാടിയിൽ നോക്കി നിങ്ങളുടെ കണ്ണിൽ നോക്കിയിട്ട് ഐ ലവ് യു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സെൽഫിന് ബോധ്യപ്പെടണം നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് അത് പറഞ്ഞതെന്ന്. അങ്ങനെ നിങ്ങളൊന്നും ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം അനുഭവപ്പെടും. ഇതുവരെ കിട്ടാത്ത സന്തോഷം, മറ്റൊരാൾ നമ്മളോട് പറഞ്ഞു കേൾക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ ഏറെ സന്തോഷം അനുഭവപ്പെടും. ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ചലഞ്ച് ഇതാണ്. കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് നിങ്ങൾ ഐ ലവ് യു എന്ന് പറയുക. എന്നിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കമന്റ് ഇടണം കേട്ടോ, ഞാൻ ഐ ലവ് യു എന്ന് ഇട്ടു എന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് കമന്റ് ഇടാൻ തോന്നുന്നതെന്ന് വെച്ചാല് അതുപോലെ കമന്റ് ഇടുക. അപ്പോ നാളെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചലഞ്ചുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോ അതുവരെ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക.